ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തട്ടുകടയിലെ നാടൻ രുചിയിലുള്ള ചൂടുള്ള മുളക് ബജിയും ബജി ചമ്മന്തിയും കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമാണ്. എങ്കിൽ നമുക്ക് അതേ രുചിയോട് കൂടി തന്നെ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ തട്ടുകടയിലെ നാടൻ രുചിയിലുള്ള നല്ല ചൂടുള്ള മുളക് ബജി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 5 ബജി മുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു ബജി മുളക് 4ആയിട്ടാണ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുളക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ബജി മുളക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി നമുക്ക് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് 8 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കടലമാവ് ഇട്ട് കൊടുക്കാം. 8 ടേബിൾ സ്പൂൺ കടലമാവിന്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുളക് ബജിയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കായത്തിന്റെ പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുളക് ബജിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലൊരു തിക്ക് ബാറ്ററാക്കി മാറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊരു വിസ്ക് വെച്ച് സാവധാനം മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ബാറ്ററാക്കി മാറ്റിയെടുക്കാം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇന്നേ വരെ നിങ്ങൾ ബജി മുളക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലേക്കുള്ള സ്നാക്കായിട്ടും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബജി മുളക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഓരോ ബജി മുളകായിട്ട് ഇട്ട് കൊടുക്കാൻ. നമ്മുടെ ബാറ്ററിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മുടെ ബജി മുളകെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബജി മുളകെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. ഇനി നമുക്ക് ഈ ബജി മുളക് മാറ്റി വെച്ച് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ബജി ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. കൂടെ തന്നെ ഒരു 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം മാത്രം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ തട്ടുകടയിലെ നല്ല ചൂടുള്ള മുളക് ബജിയും ബജി ചമ്മന്തിയും എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് കണ്ടല്ലോ. ഈ ഒരു ചമ്മന്തി മുളക് ബജിക്ക് മാത്രമല്ല നമ്മൾ മന്തി തയ്യാറാക്കുമ്പോഴും മജ്ബൂസ് തയ്യാറാക്കുമ്പോഴും ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോയും റെസിപ്പികളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.